രാജു എബ്രഹാം CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി മുൻ MLA രാജു എബ്രഹാമിനെ തെരഞ്ഞെടുത്തു. 3 നാളായി കോന്നി വകയാർ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് 35 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തത്. ആദ്യ കമ്മിറ്റി രാജു എബ്രഹാമിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 5 തവണ റാന്നി മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ രാജു എബ്രഹാം നിലവിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ചെമ്പട്ടടഞ്ഞ മലയോര മണ്ണിൽ ജില്ലാ പ്രതിനിധി സമ്മേളനം സമാപിച്ചു. ആവേശത്തിരയൊരുക്കുന്ന പ്രകടനത്തോടും പൊതുസമ്മേളനത്തോടും കൂടിയാണ് CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനം സമാപനത്തിലേക്ക് നീങ്ങുന്നത്. വൈകിട്ട് എലിയറയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് ചുവപ്പ് സേനാ മാർച്ചും ബഹുജന പ്രകടനവും നടക്കും. തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേർന്ന പൊതുസമ്മേളനം PB അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച സീതാറാം യെച്ചൂരി നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളന നഗറിൽ രാജു എബ്രഹാം പതാക ഉയർത്തി. സ്വാഗത സംഘം ചെയർമാൻ PJ അജയ്കുമാർ സ്വാഗതം പറഞ്ഞു. PR പ്രസാദ് രക്തസാക്ഷി പ്രമേയവും TT ബൈജു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2 സൗഹാർദ്ദ പ്രതിനിധികൾ ഉൾപ്പെടെ 299 പ്രതിനിധികൾ പങ്കെടുത്ത പ്രതിനിധി സമ്മേളനമാണ് അടുത്ത 3 വർഷത്തെ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, അങ്കമാലി എരുമേലി ശബരിപാത പത്തനംതിട്ട പുനലൂർ വഴിയാക്കുക, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച വനം വന്യജീവ നിയമം ഭേദഗതി ചെയ്യുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ AK ബാലൻ, K രാധാകൃഷ്ണൻ, KN ബാലഗോപാൽ, PK ശ്രീമതി, P സതീദേവി, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ജയചന്ദ്രൻ, VN വാസവൻ, പുത്തലത്ത് ദിനേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.